ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ നിലനിൽക്കെ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയത് വൻ വ്യോമാക്രമണമാണ്. ഇതിലൊരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പടിഞ്ഞാറൻ പട്ടണമായ മൻസൂരിയിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിനു മുന്നേ ഇസ്രയേൽ സൈന്യം ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ച സ്ഥലമായിരുന്നു ഇത്. ജൂൺ 19 വെടിനിർത്തലിന് ശേഷം ഏകദേശം 120 കുടുംബങ്ങൾ മൻസൂരിയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ഇസ്രയേൽ ആക്രമണം ശക്തമായതോടെ സമീപ ദിവസങ്ങളിലായി 40 മുതൽ 50 വരെ കുടുംബങ്ങൾ മാത്രമേ നിലവിൽ ഈ പട്ടണത്തിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തത്. ജൂണിലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം നടന്ന ഏറ്റവും ഗുരുതരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്ന് തെക്കൻ ലെബനനിലെ ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ട്. ടെബനീൻ പട്ടണത്തിലെ ശ്മശാന പ്രദേശവും അൽ മൻസൂരി ഉൾപ്പെടെയുള്ള മേഖലകളും ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് മുൻപ് പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചുവെന്നാണ് ഇസ്രയേൽ സൈന്യം ഇതിന് നൽകുന്ന വിശദീകരണം. അതേസമയം തെക്കൻ ലെബനനിലുണ്ടായ സ്ഫോടനത്തിൽ 2 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും BBC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് റോമിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ലെബനൻ സമാധാന ചർച്ചകൾക്കും വൻ തിരിച്ചടിയേൽക്കുകയും ചെയ്തു. ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും ഹിസ്ബുള്ളയുടെ നിരായുധീകരണവും സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പുതിയ ആക്രമണം മേഖലയിലെ സംഘർഷം വീണ്ടും രൂക്ഷമാക്കുന്നത്. ലെബനനിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ സൈനിക അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിടാൻ നിർണായക നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ലെബനന്റെ മണ്ണിൽ നിന്ന് സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ഘട്ടം ഘട്ടമായി പുറത്താക്കുന്നതിന് യുഎസിന് വ്യക്തവും കൃത്യവുമായ പ്ലാൻ ഉണ്ടെന്നാണ് ട്രംപ് അറിയിച്ചതും. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടത്തിയ ഉച്ചകോടിയിലായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തുവന്നത്. ഹിസ്ബുള്ള കാരണം ദീർഘകാലമായി ലെബനൻ അന്താരാഷ്ട്ര തലത്തിൽ തരം താഴ്ത്തപ്പെടുകയും തെറ്റായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നുവെന്ന് ട്രംപ് അന്ന് ചൂണ്ടിക്കാട്ടി. ഇനി മുതൽ ലെബനന് അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തിരികെ ലഭിക്കുമെന്നാണ് ലെബനൻ പ്രസിഡന്റിനെ സാക്ഷി നിർത്തി ട്രംപ് വ്യക്തമാക്കിയത്. ഹിസ്ബുള്ളയെ ഒഴിവാക്കുന്നതിന് മറ്റു രാജ്യങ്ങളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനോടൊപ്പം ലെബനൻ സൈന്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള നടപടികൾ അമേരിക്ക സ്വീകരിക്കും. ആവശ്യമായി വന്നാൽ ഹിസ്ബുള്ളയുമായി നേരിട്ട് ചർച്ച നടത്താനും മടിയില്ല എന്നാണ് ട്രംപ് അന്ന് വ്യക്തമാക്കിയത്. ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. പ്രസിഡന്റ് ജോസഫ് ഔൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഹിസ്ബുള്ളയുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ദക്ഷിണ ലെബനനിലെ മഷ്ദൽ സൗൺ ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രം ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും അറിയിച്ചത് ലോകരാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കമാണ് ആക്രമണത്തിൽ തകർന്നത്. ഇസ്രയേലിന്റെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് അന്ന് ഹിസ്ബുള്ള ആരോപിച്ചത്. വെടിനിർത്തൽ ഇതുവരെ പാലിച്ച തങ്ങൾ എല്ലാ ലംഘനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നുമാണ് സംഘടന വ്യക്തമാക്കിയത്. എന്നാൽ ദക്ഷിണ ലെബനനിലെ സുരക്ഷാ മേഖലയിൽ ഇസ്രയേൽ സൈന്യം തുടരുമെന്നാണ് നെതന്യാഹു മുൻപ് വ്യക്തമാക്കിയത്. ഭീകരകേന്ദ്രങ്ങൾ തകർക്കുകയും വടക്കൻ ഇസ്രയേൽ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കുള്ള ഭീഷണി ഇല്ലാതാക്കുകയും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. ഇറാൻ യുദ്ധത്തിന് സമാന്തരമായി തുടരുന്ന ഈ സംഘർഷത്തിൽ ഇതുവരെ 10 ലക്ഷത്തിലധികം ലെബനൻ പൗരന്മാർ ഭവനരഹിതരായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.